എൻ്റെ പേര് ലക്ഷ്മി ചേച്ചി. ഞാനിവിടെ പാല അൽഫോൺസ കോളേജിൽ BSc ഫിസിക്സ് തേർഡ് ഇയർ ചെയ്യുന്നു. ഇത് മരിയ ജോസ്, ദേവികാജി, മരിയ രാജു, ഞങ്ങളെല്ലാവരും ഇവിടെ അഡ്മിഷൻ എടുത്ത സമയത്ത് തന്നെ ഇവിടുത്തെ AICS ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സ് കൂടി ചെയ്യുന്നവരാണ്. സോ നമുക്കറിയാം ഈ വർഷം മുതൽ 4 ഇയർ ഡിഗ്രി കോഴ്സാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അക്കാഡമിക്സിനേക്കാൾ അല്ലെങ്കിൽ അക്കാഡമിക്സിനൊപ്പം തന്നെ സ്കിൽ ഡെവലപ്മെന്റിനും തൊഴിൽ നൈപുണ്യത്തിനും കൂടുതൽ പ്രാധാന്യം നൽകി വരുന്ന ഒരു വിദ്യാഭ്യാസ ചട്ടമാണ് ഈ വർഷം മുതൽ നടപ്പാക്കി വരുന്നത്. സോ അതിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഇവിടെ PGDCA പേരിൽ നൽകപ്പെടുന്നത്. അതോടൊപ്പം തന്നെ O ലെവലും ഉണ്ടല്ലേ. നമുക്കറിയാം ഈ വർഷം തൊട്ട് ക്രെഡിറ്റ് സിസ്റ്റത്തെ ബേസ് ചെയ്താണ് ഇവാലുവേഷൻ എല്ലാം വരുന്നത്. അപ്പം നമ്മുടെ PGDCA കോഴ്സിന് 18 ക്രെഡിറ്റ് പോയിന്റ്സ് ആണുള്ളത്. അപ്പൊ PGDCAയുടെ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ഇതോടൊപ്പം സെൻട്രൽ ഗവൺമെന്റിന്റെ നീലിറ്റ് സർട്ടിഫൈ ചെയ്യുന്ന O ലെവൽ സർട്ടിഫിക്കറ്റും അതോടൊപ്പം ബിസിനസ് ലെവൽ പ്രോഗ്രാമർ എന്നൊരു സർട്ടിഫിക്കറ്റും കൂടി നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ഇതൊരു എക്സ്ട്രാ ബെനിഫിറ്റ് തന്നെയാണ്. മാത്രമല്ല ഇപ്പം ഡിഗ്രിക്കും MSCക്കും ഒക്കെ നമുക്ക് പ്രോഗ്രാമിംഗ് ഫിസിക്സിലുണ്ട്. അപ്പൊ അതിനൊരു ബേസ് ആയിട്ട് ഈ കോഴ്സ് ഉപകാരപ്പെടും. പിന്നെ റിസർച്ച് ഫീൽഡിൽ ചെല്ലുമ്പം പൈത്തൺ, മാറ്റ്ലാബ് പോലുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ ഈ കോഴ്സ് എടുത്താൽ കൂടുതൽ നല്ല ബേസ് ഉള്ളതുകൊണ്ട് എളുപ്പമാണ്. നമുക്കറിയാം നമ്മള് എല്ലാരും തന്നെ ഡിഗ്രിയോടൊപ്പം തന്നെ വേറൊരു എക്സ്ട്രാ കോഴ്സ് ചെയ്ത് എങ്ങനെയെങ്കിലും ഡിഗ്രി കഴിയുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ഒരു ജോലിക്ക് കയറാന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് നമ്മള് ഡിഗ്രി ചെയ്യാനായിട്ട് വരുന്നത്. അപ്പം ഈ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞ് ഉടനെ ഒരു ജോലിക്ക് കയറാൻ നമ്മൾ പലപ്പോഴും PSC ട്രൈ ചെയ്യാറുണ്ട്, ബാങ്ക് കോച്ചിങ് ചെയ്ത് ബാങ്ക് ടെസ്റ്റ് എഴുതി കയറാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഈ സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഈ PGDCA കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വളരെ യൂസ്ഫുൾ ആണ്. ഇപ്പൊ PSC ഇപ്പൊ ഗവൺമെന്റ് ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോവാണെങ്കിലും ബാങ്കിൽ വർക്ക് ചെയ്യാൻ പോവാണെങ്കിലും നമുക്ക് എപ്പോഴും ഒരു അഡീഷണൽ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് പലപ്പോഴും പല ഇൻസ്റ്റിറ്റ്യൂട്ടും ഇപ്പൊ ഗവൺമെന്റ് ഫീൽഡിലാണെങ്കിലും അവർ പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കോഴ്സ് ചെയ്യുന്ന എപ്പോഴും നമുക്ക് നമ്മുടെ ഒരു കരിയറിലേക്ക് ഒത്തിരി നല്ലതാണ്. അപ്പം ഇത് ഡിഗ്രിയോടുകൂടി നമ്മുടെ 4 ഇയർ കോഴ്സ് പഠിക്കുമ്പോൾ വേറൊരു എക്സ്ട്രാ കോഴ്സ് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ മെയിൻ സബ്ജക്ട് പഠിക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ ഒത്തിരി വർക്കുകളുണ്ട്, പ്രോജക്ട്സ്, അസൈൻമെന്റ്സ് ആയിക്കോട്ടെ, ക്ലാസ്സുകളായിക്കോട്ടെ. അപ്പം അതിന്റെ ഇടയ്ക്ക് വേണം നമ്മൾ ഈ എക്സ്ട്രാ കോഴ്സ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് പലപ്പോഴും ഹോളിഡേയ്സും ചിലപ്പോൾ ലഞ്ച് ബ്രേക്ക് ഒക്കെ സാക്രിഫൈസ് ചെയ്യേണ്ട വരും. പക്ഷെ ഇതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. കാരണം ഞങ്ങൾ 4 പേരും ഡിഗ്രിയോടൊപ്പം PGDCA കോഴ്സ് ചെയ്യുന്നവരാണ്. ശരിയാണ്, കുറച്ച് എക്സ്ട്രാ വർക്ക് ഇടേണ്ടി വരും, ബട്ട് ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ. നിങ്ങൾക്ക് അത് ഭാവിയിൽ പ്രയോജനം ചെയ്യും. സോ വെൽക്കം ടു AICS, വെൽക്കം ടു അൽഫോൺസ കോളേജ്. ഹലോ, ഞാൻ ചൈത്ര സിജു. ഞാൻ തേർഡ് EC എക്കണോമിക്സ് സ്റ്റുഡൻ്റാണ്. ഞാൻ റോസ്റ്റിയ ജോർജ്, തേർഡ് EC എക്കണോമിക്സ്. ഇത് കമ്പ്യൂട്ടറിൻ്റെ യുഗമാണ്. എല്ലാ ഫീൽഡിലും നമുക്ക് കമ്പ്യൂട്ടർ നോളജ് ആവശ്യമായി വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഒരു ഡിഗ്രി കോഴ്സിൻ്റെ കൂടെ തന്നെ കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് PGDCA. സാധാരണ ഒരു ഡിഗ്രി സ്റ്റുഡൻറ്റ് ഡിഗ്രിയുടെ മാത്രം സർട്ടിഫിക്കറ്റ് ആയിട്ട് പോകുമ്പോൾ ഞങ്ങൾ PGDCA പഠിക്കുന്നവർ അഡീഷണൽ ആയിട്ട് 3 സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് പോകുന്നത്. ആ സർട്ടിഫിക്കറ്റുകൾ കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുകളാണ്. ഡിഗ്രി കോഴ്സിൻ്റെ കൂടെ PGDCA പഠിക്കുന്നവർക്ക് കോളേജ് പ്ലേസ്മെൻറ്റ്സ് ഈസിയായി പ്ലേസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. കൂടാതെ ഓരോ PSC പോലുള്ള ഗവൺമെൻറ് സർവീസ് കയറാനുള്ള കോമ്പറ്റീറ്റീവ് പരീക്ഷകളിൽ PGDCA ഒരു ക്വാളിഫിക്കേഷൻ റിക്വയർമെൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇതുകൂടാതെ ഒട്ടനേകം ജോലി സാധ്യതകളും ഇത് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. സോ ഇതെല്ലാവർക്കും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ആരും ഇത് കളയാതിരിക്കുക. ഹലോ, എൻ്റെ പേര് കരോളിൻ റിസ ഷൈൻ. ഞാൻ അൽഫോൺസ കോളേജിൽ തേർഡ് ഇയർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ സ്റ്റുഡൻ്റാണ്. ഞാൻ ഡിഗ്രിയോടൊപ്പം PGDCA എന്ന കോഴ്സും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം M1 ആൻഡ് M3യുടെ മൊഡ്യൂൾസ് എനിക്ക് പാസ്സാകാൻ സാധിച്ചു. അപ്പോൾ ഉറപ്പായിട്ടും ഇവർ നൽകുന്ന ക്ലാസ്സുകൾ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുകയും എക്സാംസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് ഈസി ആയിട്ടും ഈ എക്സാം പാസ്സാകാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ഫ്യൂച്ചർ ഒരു ജോലി അപ്ലൈ ചെയ്യുവാണെങ്കിലും വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റാണ് PGDCAയുടെ. എൻ്റെ പേര് മേരി. എൻ്റെ പേര് തെരേസ്. ഞങ്ങൾ 4 പേരും അൽഫോൺസ കോളേജിൽ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്. ഞങ്ങളിവിടെ പാർട്ട് ടൈം ആയിട്ട് PGDCA ചെയ്യുന്നവരാണ്. ഫസ്റ്റ് ഇയർ വന്നു കഴിഞ്ഞപ്പോൾ നിർബന്ധമായിട്ട് ഒരു ആർട്ട് കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാണ് PGDCA പറ്റി അറിയുന്നത്. ഭാവിയിൽ ഉപകാരപ്പെടുമെന്ന് തോന്നിയതുകൊണ്ടാണ് ചേർന്നത്. ഇവിടെ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് റെഗുലറായിട്ട് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാമാണ് PGDCA. അതുപോലെ തന്നെ O ലെവലിൻ്റെ എക്സാമും
അതുപോലെ തന്നെ ഒരു ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കമ്പ്യൂട്ടറിൻ്റെ ബേസിക് മുതൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വരെ ഇവർ കവർ ചെയ്യുന്നുണ്ട്. PGDC ഒരു ഡിപ്ലോമ കോഴ്സാണ്, 1 ഇയർ പ്രോഗ്രാമാണ്. ഡിഗ്രിക്ക് ശേഷം 1 ഇയർ സ്പെൻഡ് ചെയ്ത് ഇവിടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഡിഗ്രിക്ക് ശേഷം പഠിക്കാതെ ഡിഗ്രിയോടൊപ്പം തന്നെ പാർട്ട് ടൈം ആയിട്ട് PGDC പഠിക്കാമെന്ന് കേട്ടപ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നി. ഡിഗ്രിക്ക് ശേഷം 2 സർട്ടിഫിക്കറ്റിന് ഒരു എക്സ്ട്രാ നമുക്ക് ഭാവിയിൽ ജോലിക്ക് വേണ്ടി ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. DAT അക്രഡിറ്റഡ് ആയിട്ടുള്ളതാണ്, ഓ ലെവൽ കോഴ്സ്. പിന്നെ ഗവൺമെൻറ് ജോബുകൾക്കും ഒക്കെ ഈ PGDC കൊണ്ട് നമുക്ക് വേറൊരു കാര്യത്തിന് വേണ്ടി, അതായത് ഗവൺമെൻറ് ജോബുകൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കൂടുതൽ വെയിറ്റേജ് ലഭിക്കുന്നു. അതുപോലെ തന്നെ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ആണ് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. 12,000 ആണ് സ്കോളർഷിപ്പ് എമൗണ്ട്. അതായത് 4 മൊഡ്യൂളാണുള്ളത്. അപ്പം 2 മൊഡ്യൂള് ഫസ്റ്റ് ടൈം തന്നെ ക്രാക്ക് ചെയ്യുവാണെങ്കിൽ 6,000 ഈച്ചാണ് 2 ഇതിന് കിട്ടുന്നത്. ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധ, കേരളത്തിൻ്റെ ചെറുപുഷ്പം, നമ്മുടെ സ്വന്തം അൽഫോൻസാമ്മയുടെ നാമത്തിലുള്ള അൽഫോൻസ കോളേജിലെ അൽഫോൻസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പ്യൂട്ടർ സ്റ്റഡീസിലേക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ ഡിഗ്രി വിദ്യാർത്ഥിനികളെയും ഫസ്റ്റ് PG വിദ്യാർത്ഥിനികളെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.